വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് പാസ്തയാണ്. അപ്പോൾ പാസ്ത ഉണ്ടാക്കുന്ന ആൾ ഞാനല്ല, ഇദ്ദേഹമാണ്. അപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി കഴിഞ്ഞ് തക്കാളി, ക്യാപ്സിക്കം, ഇനി എന്തൊക്കെ ഇടും? മുട്ട, പച്ചമുളക്, മുട്ട, പിന്നെ ഇത്ര സാധനമുള്ളൂ. ചീസ് ഇടും കേട്ടോ. നമ്മൾ ചീസ് ഇടുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് വരുന്നത്. നോട്ട് പോയിന്റ് ഒരു ടിപ്പാണ്. പാസ്ത ഇടുമ്പോഴേക്കും വെളിച്ചെണ്ണയും ഉപ്പ് കൂടി ഇട്ടിട്ട് വേണം വേവിക്കാൻ. ഞാനിത് രണ്ടും ഇതിനകത്ത് ഇട്ടിട്ടില്ലേ? ഇട്ടായിരുന്നു ഇട്ടാ മറ്റുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് പാസ്ത ഉണ്ടാക്കി തന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇന്ന് ഞങ്ങൾ കുറേ ഉണ്ടാക്കാമെന്ന് ഓർത്ത് കുറേ. അപ്പോൾ ഞാൻ പാസ്ത വേവിക്കാൻ വെള്ളത്തിലിട്ടേക്കുവാണ്. ഒരുവിധം കുക്ക് ആവാറായിട്ടുണ്ട്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ ഈ പാസ്ത ഉണ്ടാക്കണേ. അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അതെ, പാസ്ത നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നന്നായിട്ട് വെന്തു. നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റണം അല്ലേ? അത് കഴുകിയെടുക്കുമോ? കഴുകിയെടുക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. ഓയിലാണ് ശരിക്കും ടേസ്റ്റ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. പിന്നെ അതിലേക്ക് നമ്മൾ 3 മുട്ട പൊടിച്ചിടുക കേട്ടോ. അതായത് പാസ്ത നമ്മുടെ 1/2 കിലോത്തിനേക്കാളും കുറച്ച് താഴെയുള്ളൂ, അത്ര ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ 3 മുട്ട എടുക്കേണ്ടി വരും. 3 മുട്ട, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. സാരില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വീഡിയോയിൽ ശരിയാണ്. കോൺഫിഡൻറ്റോടുകൂടി വീഡിയോയിൽ. പിന്നെ അതിനുശേഷം നമുക്ക് ഇടേണ്ടത് മൊസറല്ല ചീസ് കേട്ടോ. മൊസറല്ല ചീസ് നമ്മൾ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും മൊസറല്ല ചീസ് ഇങ്ങനെ ചുമ്മാ അതിങ്ങനെ അടുത്തിങ്ങനെ ഫൈനൽ പ്രോസസ്സിൽ ടച്ചപ്പിനായിട്ട് ഉപയോഗിക്കണം നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ നേരിട്ട് അത് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഫ്രൈ മുട്ടയിലേക്ക്. പിന്നെ നമ്മൾ ഇടേണ്ടത് കുറച്ച് മാഗി പൗഡറാണ് കേട്ടോ. മാഗി പൗഡർ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ക്യാപ്സിക്കൊക്കെ വഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട പൊരിച്ചില്ലേ, ആ മുട്ട പൊരിച്ചത് മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ നമ്മൾ സവാളയും ഈ പറഞ്ഞ ക്യാപ്സിക്കും വഴച്ചാനിടാം. വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് പെപ്പർ നമ്മുടെ മുട്ടയിൽ ഇട്ടിട്ടുണ്ട്. ഇനി കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് വഴറ്റി എടുക്കാം. ഇനി ഇതെല്ലാം കഴിയുമ്പോഴാണ് ഇനി നമ്മുടെ പൊരിച്ച മുട്ടയും മറ്റ് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ആയിട്ടുള്ള മുട്ടയും തക്കാളിയും പാസ്തയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ, അതാണ് കാണാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവങ്ങൾ. പിന്നെ നമ്മൾ ഉപ്പ്, എരിവൊക്കെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഞങ്ങൾ പാസ്ത കഴിക്കാൻ പോവാണേ. പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുഡിന് ഇത് കഴിച്ച് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് അപ്പുറത്ത് പോയിരുന്ന് സ്വസ്ഥമായിട്ട് വേണം കഴിക്കാൻ. ചുമ്മാ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കുറച്ച് സോസിട്ട് കഴിച്ചപ്പോൾ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. സോസ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയ ഒരു അടിപൊളി പാസ്തയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാം, അത് നമുക്ക് ഇഷ്ടമാവും. പിന്നെ ചൂടോടുകൂടി കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നുമില്ല. ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാസ്ത ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ.